അപ്പുറത്തെ കുറ്റുമൂട് വാർഡ് മെമ്പറാണ്, പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെ. ഇത് സംഭവം 5:30 മണിക്കാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വീട് വെച്ച് ഇങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. എൻ്റെ വാർഡിലെ വോട്ടർമാരാണ് ഇപ്പോഴും. എങ്ങനെയായിരുന്നു ഇവരെ വീട്ടുകാരൊക്കെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവരൊക്കെയാണ്? സാമ്പത്തികമായിട്ട് ഇപ്പോഴും പ്രശ്നത്തിലാണ്. നേരത്തെ സാമ്പത്തികം ഉണ്ടായിരുന്നു. സൗദിയിലാണ് ഈ പയ്യൻ്റെ ബാപ്പ റഹീം താമസിക്കുന്നത്. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടമുണ്ട് അവർക്ക്. ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോയതായിരിക്കും. 2-3 പ്രാവശ്യം ഈ 2 മക്കളെയും ഭാര്യയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ അവരെ ജ്യേഷ്ഠൻ ഇപ്പോൾ ഈ ആലമുക്കിൽ മരിച്ച അദ്ദേഹവും അവരെ കുടുംബക്കാരും ഒരുപാട് സഹായിക്കാൻ ഇപ്പോഴും വീണ്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാന്നുള്ളതല്ല. അഫാൻ അതിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ തള്ളയ്ക്കും സുഖമില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ പെങ്കൊച്ചിനെ എങ്ങും കയറ്റാതെ വന്നു. ആദ്യം പാങ്ങോട് കൊണ്ടുപോയി. മരിച്ച വാപ്പാട ഈ റഹീമാണ് വാപ്പ. വാപ്പാട ഉമ്മ ആണ് പാങ്ങോട് താമസിക്കണം. അപ്പം അവരാ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെയും കയറ്റിയില്ല. അപ്പോൾ പിന്നെ തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ ആലമുക്കിൽ അവൻ്റെ വാപ്പാട നേരെ മൂത്തതാണ് ജ്യേഷ്ഠൻ. അത് ലത്തീഫും ഉമ്മായും അകത്തും അടുക്കളയിലും വെച്ചാണ് ചിറ്റലുണ്ട് അടിച്ചിരിക്കണം. ആലമുക്കിൽ മറ്റേ സോഫയിൽ വെച്ചാണ് അവിടെ തന്നെ അടിച്ചിരുത്തിയിരിക്കുകയാണ്. മറ്റേ അപ്പുറത്ത് ഇതുവരെ ബോഡി എടുത്തിട്ടില്ല. അവിടെ പോലീസ് പോയിട്ടുണ്ട്. അവിടെ പൂട്ടിയിരിക്കുകയാണ്. ഇന്നേ അതിൻ്റെ ബോഡി മാറ്റത്തുള്ളൂ. അതിനുശേഷമാണ് ഇവിടെ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഈ പെങ്കൊച്ചിനെ അവിടെ പോയി വിളിച്ചോണ്ട് വരുന്നത്. 3 മണിക്ക് അവിടെ നിന്ന് വിളിച്ചോണ്ട് വരികയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവിടെ സംഭവം നടന്നത്. ആദ്യം ഇവിടെ ഈ ഉമ്മാനല്ല ഉപദ്രവിക്കുന്നത്. ഇവിടെ അല്ല. ആദ്യം ആളിനെ കൊന്നെന്ന് പറഞ്ഞാൽ പാങ്ങോട്ടാണ് അവൻ്റെ വാപ്പമായ. അവസാനമാണ് ഇവിടുത്തെ കൊല കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി ആട്ടോ വിളിച്ച് നേരെ ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഒരുമിച്ചല്ല, ഓരോരുത്തരായിട്ട്. ഈ കൊച്ചു മുള്ളത്തിലായിരുന്നു ഈ ഫർസാനെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവരുന്നതിന് ആർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യം ഇല്ലായിരുന്നാണ് അറിവ്. പിന്നെ ഇവരെ വീട്ടിലെ രഹസ്യങ്ങളൊന്നും ഇവിടെ ഉള്ള പ്രശ്നം തൊട്ടടുത്ത വീട്ടുകാർക്ക് പോലും അറിയില്ല. എല്ലായിടത്തും ആരെ കണ്ടാലും എല്ലാവർക്കും വലിയ കാര്യമാണ്. എല്ലായിടത്തും തന്നെ ഇത് മാത്രമേ നമുക്കറിയൂ. ഇനി ഇവരെ സാമ്പത്തികം കടമുണ്ട്. അവർ ഈ വീട് വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. കൊടുക്കണമെന്ന് പറഞ്ഞു. പലരിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ വീട് വിൽക്കണമെന്ന്. അവരെ കടം തീർക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഇവരെ ഈ പയ്യൻ്റെ വാപ്പാടെ ജ്യേഷ്ഠന്മാർ ഈ കടം തീർക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കേ അറിയാക്കുള്ളൂ എന്തൊക്കെയാണ്. പയ്യൻ ഇവിടെ എൻ്റെ അറിവിൽ ചെറുക്കാൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ഒരു വീഡിയോ വലിക്കണം കണ്ടിട്ടില്ല. ഈ ആളുകളുടെ മയക്കുമരുന്നതൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ അടുത്ത് മാമാന്ന് വിളിച്ചാൽ അങ്ങനെയാണ് വിളിക്കണം. ഇവിടെ ഓടിക്കിടന്ന പിള്ളേരല്ലേ. ഇല്ല ഒരു പ്രശ്നത്തിലും ഒരു കേസും ഉള്ളതായിട്ട് അറിയില്ല. എൻ്റെ അറിവിലില്ല.